നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂർ ജില്ലാ ആശുപത്രി ഗേറ്റിന് സമീപം നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയതായി പരാതി. കൊടക്കൽ ടൈൽ ഫാക്ടറി ഭൂമി പട്ടയം കിട്ടിയവർക്ക് നികുതി അടയ്ക്കാം. റവന്യൂ മന്ത്രി. കുറുവട്ടിശ്ശേരി കാട്ടിലങ്ങാടി റോഡ് ഗതാഗത യോഗ്യമാക്കുക. SDPI. സ്കൂൾ തെരഞ്ഞെടുപ്പ് അറിവുത്സവമാക്കി പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ. SDPI പ്രതിഷേധം സംഘടിപ്പിച്ചു. ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. തിരൂർ ജില്ലാ ആശുപത്രി ഗേറ്റിന് സമീപം നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയതായി പരാതി. മുത്തൂർ സ്വദേശി പട്ടയത്ത് മധുവിന്റെ ഉടമസ്ഥതയിലുള്ള KL55F4387 എന്ന നമ്പറിലുള്ള പാഷൻ പ്രോ ബൈക്കാണ് മോഷണം പോയത്. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയാണ് മുത്തൂർ സ്വദേശിയായ പട്ടയത്ത് മധു മകളുമായി തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തിയത്. ആശുപത്രി ഗേറ്റിന് സമീപത്തെ മതിലരികിൽ ബൈക്ക് നിർത്തിയ ശേഷമാണ് മകളെ ഡോക്ടറെ കാണിക്കാൻ പോയത്. രാത്രി മോൾക്ക് പനിയായിട്ട് 7 മണിക്ക് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നിരുന്നു. കാണിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ കാണിച്ച് കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് അങ്ങനെ കാണിച്ച് മരുന്നൊക്കെ മേടിച്ച് 8 മണിയാകുമ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ വണ്ടി കാണുന്നില്ല. ഞാൻ മോളെ കൂടി ഇറങ്ങി നോക്കുകയാണ്. വണ്ടി ലോക്കാക്കിയ വണ്ടി, അൺലോക്ക് ചെയ്ത വണ്ടിയായിരുന്നു. വണ്ടി കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ അതോടെ പുറകെ ഇറങ്ങി അന്നേരത്ത് ലാസ്റ്റ് സ്റ്റേഷനിൽ പോയി പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. തിരികെ വന്നു നോക്കിയപ്പോഴാണ് ബൈക്ക് കാണാതായതായി അറിയുന്നത്. സംഭവത്തിൽ തിരൂർ പോലീസിൽ പരാതി നൽകി. വെട്ടൻ ന്യൂസ് തിരൂർ. കൊടക്കൽ ടൈൽ ഫാക്ടറിയിലെ മിച്ചഭൂമിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള ഭൂമിയുടെ പട്ടയം ലഭിച്ച് 2 വർഷമായിട്ടും നികുതി അടയ്ക്കാൻ സാധിക്കാത്ത 80ഓളം കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് സാധ്യമാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു. കുറുക്കുളി മൊയ്തീൻ MLA കൊടക്കൽ ടൈൽ ഫാക്ടറിയിലെ ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾ നികുതി അടയ്ക്കാൻ സാധിക്കാത്തതിൽ നേരിടുന്ന പ്രയാസങ്ങൾ വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഉറപ്പു നൽകിയത്. വളരെ അഭിമാനത്തോടു കൂടി നാം നിർവഹിച്ച കുട്ടിയോഷിച്ച് നടത്തിയ, വളരെ സന്തോഷത്തോടുകൂടി നടത്തിയ ഒരു സംഗതിയായിരുന്നു. നമ്മുടെ കൊടക്കൽ ടൈൽ ഫാക്ടറിയുടെ സ്ഥലം വിലക്ക് വാങ്ങി പട്ടയം കിട്ടാതെ കുറേ കാലമായി കാത്തുകിടക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കുന്ന നടപടി. പക്ഷേ 2ാം വർഷത്തിലേക്ക് കടന്നിട്ടും അവർക്ക് നികുതി അടക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് പെട്ടെന്ന് നികുതി അവരിൽ നിന്ന് വസൂലാക്കാനുള്ള സംവിധാനം ഒരുക്കുമോ എന്നുകൂടി അറിയണം. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് 50 വർഷക്കാലത്തിനിടയിൽ കൊടക്കൽ ടൈൽസ് ഫാക്ടറിയിലെ മിച്ചഭൂമിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഭൂമി അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് കൊടുത്ത പ്രശ്നമാണ്. അവിടെ ഭൂമിയുടെ നികുതി അടവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമുണ്ട് എന്നുള്ള കാര്യം വ്യക്തതയോടുകൂടി സർക്കാർ പരിശോധിക്കാം. ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ അംഗത്തിനോടും ഈ നിയമസഭയോടും പറയുന്നു, നികുതി ടൈറ്റിലുമായിട്ട് ഒരു ബന്ധവുമുള്ള കാര്യമല്ല. ഏതെങ്കിലും വിധത്തിൽ ഭൂമിയുടെ നികുതി അടച്ചതുകൊണ്ട് ടൈറ്റിലിന് പ്രത്യേകമായ അവകാശം.
കൊടക്കൽ ടൈൽ ഫാക്ടറിയിലെ മിച്ചഭൂമിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള ഭൂമിയുടെ പട്ടയം ലഭിച്ച് 2 വർഷമായിട്ടും നികുതി അടയ്ക്കാൻ സാധിക്കാത്ത 80ഓളം കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് സാധ്യമാകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു. കുറുക്കുളി മൊയ്തീൻ MLA കൊടക്കൽ ടൈൽ ഫാക്ടറിയിലെ ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾ നികുതി അടയ്ക്കാൻ സാധിക്കാത്തതിൽ നേരിടുന്ന പ്രയാസങ്ങൾ വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഉറപ്പു നൽകിയത്. പൊട്ടിപ്പൊളിഞ്ഞ കുറുവട്ടിശ്ശേരി കാട്ടിലങ്ങാടി റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് SDPI ഓണക്കാട് ബ്രാഞ്ച് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിസ്സഹായാവസ്ഥ തുടരുകയാണെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് SDPI ഓണക്കാട് ബ്രാഞ്ച് ഭാരവാഹികൾ അറിയിച്ചു. ഓണക്കാട് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് വരുന്നവരും നിരവധി കാൽനടയാത്രക്കാർക്കും ഏറെ ആശ്രയമാണ് ഈ റോഡ്. കാൽനടയാത്രക്കാർക്ക് പോലും ദുസ്സഹമായ അവസ്ഥയിലായ റോഡ് നന്നാക്കുവാനോ റീടാറിംഗ് ചെയ്യുവാനോ അധികാരികൾ തയ്യാറാകുന്നില്ല. ഇനിയും ഈ നിസ്സഹായാവസ്ഥ തുടരുകയാണെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് SDPI ഓണക്കാട് ബ്രാഞ്ച് ഭാരവാഹികൾ അറിയിച്ചു. ഏകദേശം ഒരു 4.5 വർഷത്തിൻ്റെ അടുത്തായി ഈ റോഡ് ഈ കോലത്തിലായിട്ട് കെട്ടി തുടങ്ങിയിട്ട്. കുറുവട്ടിശ്ശേരി, കോറാട്, അതേമാതിരി തന്നെ നമ്മളെ തലക്കട്ടൂർ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾ ഈ റോഡിലൂടെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണിത്. അതേപോലെ തന്നെ ക്ഷേത്രം തൊട്ടടുത്തുണ്ട്. അതേമാതിരി തന്നെ ബദരിയ ജുമാ മസ്ജിദ്, അതേമാതിരി മെയിനായിട്ടുള്ളത് നമ്മളെ താനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ് ഇത്. മെയിനായിട്ട് എല്ലാവരും ആശ്രയിക്കുന്ന റോഡാണിത്. ഇതിന് ഒരു പരിഹാരം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ SDPI ഓണക്കാട് ബ്രാഞ്ച് കെയിൻ്റെ കീഴിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു സമരപരിപാടിക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. യോഗത്തിൽ ബ്രാഞ്ച് പ്രസിഡന്റ് സിദ്ദിഖ് ഓണക്കാട് അധ്യക്ഷത വഹിച്ചു. ഷിഹാബ്, ഹമീദ്, നവാസ്, യൂനുസ് തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടന്യൂസ് താനൂർ. പൊതുതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് കൗതുകത്തോടൊപ്പം ജനാധിപത്യ പ്രക്രിയയിൽ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നറിയാനുള്ള അവസരമായി. പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ക്ലാസ് ലീഡർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയാണ് നടത്തിയത്. മത്സരാർത്ഥികളുടെ നോമിനേഷൻ സമർപ്പണം, സൂക്ഷ്മ പരിശോധനാ ചിഹ്നങ്ങൾ അനുവദിക്കൽ, പ്രചരണം തുടങ്ങി എല്ലാം ഏറെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തത്. ഫസ്റ്റ് പ്രിസൈഡിംഗ് ഓഫീസറായി ഫർഹാദ് തസ്നീം, പോളിംഗ് ഓഫീസർമാരായ CP ഷാമിൽ, ഷഹദിയ ഷെറിൻ, K അലീന, മുഹമ്മദ് റിഷാദ് എന്നിവർ പോളിംഗ് ഉദ്യോഗസ്ഥരായി. ബാഗ്, പേന, ബുക്ക്, ബ്ലാക്ക് ബോർഡ് എന്നിവയായിരുന്നു സ്ഥാനാർത്ഥികൾ അനുവദിച്ച ചിഹ്നങ്ങൾ. 40ഓളം വിദ്യാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു. 4 ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി ക്രമീകരിച്ചത്. വോട്ടർമാർക്ക് ഐഡന്റിറ്റി കാർഡ് ഏർപ്പെടുത്തിയിരുന്നു. വിദ്യാലയത്തിലെ റെഡ് ക്രോസ് യൂണിറ്റാണ് ക്രമസമാധാനം ഉറപ്പാക്കിയത്. വോട്ടർ ലിസ്റ്റിലെ പേരുകൾ ഉറപ്പാക്കി വിരലിൽ മഷി പുരട്ടി വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്ത ഓരോ വോട്ടർക്കും ലഭിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള അറിവായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപന ശേഷം സത്യപ്രതിജ്ഞയും സ്കൂൾ പാർലമെന്റ് രൂപീകരണവും നടക്കും. അധ്യാപകരായ TM നാസർ, CMC അർഷാദ്, അഷില ഷബീർ, ഹമീദ് പാറയിൽ, ആദിക, ഷെബിൻ, സുജന പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് പറവണ്ണ. NDA ഭരണത്തിന്റെ തണലിൽ നടക്കുന്ന ജനദ്രോഹ ഭരണത്തിനെതിരെ SDPI രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി SDPI തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂർ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. SDPI തിരൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. താഴെപ്പാലത്ത് നിന്നും തുടങ്ങിയ പ്രകടനം തിരൂർ നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഹംസ, നര, ഫൈസൽ ബാബു, ഷഫീഖ്, അൻസാർ, നൌഷാദ്, നിയാസ് എന്നിവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് തിരൂർ. ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആൾക്കൂട്ട കൊലകൾക്കെതിരെ ഫാസിസത്തെ ചെറുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ദേശവ്യാപകമായി SDPI നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി താനൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ താനാളൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു.
വൈലത്തൂർ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം അങ്ങാടി ചുറ്റി താന്നോളൂർ ജംഗ്ഷനിൽ സമാപിച്ചു. മോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വീണ്ടും അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ വർദ്ധിച്ചുവരികയാണെന്നും തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചു എന്നാരോപിച്ച് ഉത്തർപ്രദേശിൽ മാത്രം 3 മുസ്ലിം പണ്ഡിതരെയാണ് കൊലപ്പെടുത്തിയതെന്നാരോപിച്ച് എസ്.ഡി.പി.ഐ. താന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് CM സഖത്തുള്ള, സെക്രട്ടറി കുഞ്ഞിപ്പോക്കർ അരീക്കാട്, വൈസ് പ്രസിഡന്റ് മുനീർ വൈലത്തൂർ, കമ്മിറ്റി അംഗങ്ങളായ MT മുഹമ്മദ്, അബ്ദുറഹ്മാൻ, റസാഖ് കല്ലൻ, സലാം നിറമരുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് താന്നാളൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.